നമുക്ക് വേണ്ടിയും ജീവിക്കണം എന്ന് പറയുമ്പോഴേ ഫുൾ ടൈം നമ്മളുടെ മാത്രം സന്തോഷത്തിന് വേണ്ടി ജീവിക്കാന്നല്ല കേട്ടോ. കുറച്ച് സമയമെങ്കിലും നമുക്ക് 24 മണിക്കൂറുള്ളതിൽ ഉറങ്ങുന്നതൊഴിച്ചാലും ബാക്കിയുള്ള മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ നമ്മൾക്ക് വേണ്ടി നമ്മൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതുണ്ട്. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. യാത്രകൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടേ എല്ലാ ദിവസവും അല്ല, എന്നാലും പറ്റുമ്പോഴെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി വെച്ചാലുണ്ടല്ലോ നമ്മളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് കൂളാവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ പക്ഷേ എന്ത് കാര്യം ചെയ്യുമ്പോഴും മക്കളെ മാറ്റി നിർത്തിയിട്ട് ഒരിക്കലും ചെയ്യാറില്ല കേട്ടോ. ഞാനിപ്പോൾ എന്ത് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിലും എൻ്റെ കൂടെ കാണാനുണ്ടാവും, ചിലപ്പോൾ കല്യാണം ഉണ്ടാവും. പിന്നെ എഴുതാനിരിക്കുക എന്ന് പറയുന്നതേ അത് നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കുന്നൊരു സമയത്തേ പറ്റുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിപ്പോൾ ഒരു റൂമിൽ കയറി മാറിയിരുന്ന് എഴുതലൊന്നും നടക്കില്ല. അപ്പോൾ ഈവനിങ്ങിൽ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ്റെ കയ്യിൽ കുറച്ച് നേരം കണ്ണനെ കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്തെങ്കിലും അങ്ങനെ കുത്തി കുറിക്കും മനസ്സിന് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര വേറെ ലെവലാണ് കേട്ടോ. പിന്നെ ഞാൻ അല്ലെങ്കിൽ മക്കൾ ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ എഴുതാനൊക്കെ ഇരിക്കാറുള്ളത്. അപ്പം നമുക്ക് ഭയങ്കര കൂളായിട്ടിരിക്കാൻ പറ്റും. കാരണം ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, വീട് മൊത്തം സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എഴുതുമ്പോൾ നമുക്ക് നമ്മളുടേതായുള്ള ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളെപ്പോലെയുള്ള ഇപ്പോൾ കണ്ണനെ പോലെയൊക്കെയുള്ള ഉണ്ണികളൊക്കെയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് സമയമെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്താനായിട്ട് നോക്കണം. നമ്മൾക്ക് അറിയാം മക്കളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നേരെ ഉണ്ടാവില്ല, അത് സ്വാഭാവികമാണ്. എല്ലാ അമ്മമാരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാണ്, സ്വാതി എങ്ങനെ ഇതിനൊക്കെ സമയം കണ്ടെത്തും എന്നുള്ളത്. നമ്മൾ സമയം കണ്ടെത്തുന്നത് തന്നെയാണ്, നമുക്ക് ഉണ്ടായിട്ടല്ല, സമയം ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ കണ്ടെത്തണം. നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോഴേ നമ്മളാകെ ഞാൻ എന്ത് ചെയ്തു ഈ ലൈഫിൽ, ഞാൻ എന്ത് ചെയ്തു, എനിക്കൊന്നും ശരി. നമ്മൾ മക്കളെ നോക്കി, മക്കളുണ്ടായി അവരെ നോക്കി, അതൊക്കെ ഏതൊരമ്മയും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ പറയാനായിട്ട് ആകെ ഒരേ ഒരു മറുപടിയേ ഉണ്ടാവുള്ളൂ, സീറോ. നമ്മളൊന്നും നമുക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ.